ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ എൻചാൻറ്റിംഗ് ജേർണി. ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പാഷൻ ബിക്കം പർപ്പസ്, പാഷൻ ബിക്കം പ്രൊഫഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? കേൾക്കാൻ തന്നെ എന്തൊരു സുഖമല്ലേ? സ്വന്തം മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത്, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ഹോബി അത് ആസ്വദിച്ച് ചെയ്തിട്ട് അതിൽ നിന്നും സ്വാഭാവികമായി വരുമാനവും ഉണ്ടാവുന്നു. എന്ത് രസമുള്ള കാര്യമല്ലേ? അത് ചിലപ്പോൾ ഗാർഡനിങ്ങോ സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ക്രോഷ്യ വർക്കോ ഒക്കെ ആവാം. ഒരു പാഷൻ ഉണ്ടാവുക എന്നത് ശരിക്കും ഒരു വലിയ അനുഗ്രഹമാണ്. അത് മനസ്സിന് തരുന്ന സന്തോഷം അത്രയ്ക്കും വലുതാണ്. കേക്ക് ഉണ്ടാക്കി വിറ്റ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന വീട്ടമ്മമാരുണ്ട്. അതുപോലെ അച്ചാറ്, കൊണ്ടാട്ടം ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഹോം ബേസ്ഡായിട്ട് വിറ്റിട്ട് ഉയർന്ന വരുമാനം നേടുന്ന വീട്ടമ്മമാരും ഉണ്ട്. ചിലർ അവരുടെ പാഷൻ അവരുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ ജീവിതമാർഗം ആക്കിയിട്ട് വളരെ വലിയ വിജയം നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ജീവിതമാർഗത്തിന് വേണ്ടി, ഓക്കെ എങ്കിൽ പിന്നെ ഇന്ന കാര്യം ചെയ്തേക്കാം, ഇത് കൊള്ളാം, നല്ല ബിസിനസ്സാണ് എന്നോർത്ത് ഒരു കാര്യം ചെയ്യുന്ന പോലല്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണം എങ്കിൽ പിന്നെ ഇന്ന കാര്യം ചെയ്തേക്കാം, അങ്ങനെ ചെയ്യുന്നതല്ല. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി എന്തെന്നില്ലാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു ശക്തമായൊരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ശക്തമായൊരു ഫോഴ്സ്, മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു ശക്തമായ ഫോഴ്സ്, ഇനിയും ആ കാര്യം ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു ശക്തമായ തോന്നൽ, ആ തോന്നലിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ വലിയ വിജയങ്ങൾ ആയിത്തീരുന്നതാണ്. ചിലപ്പോൾ കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും അവരാ വിജയത്തിൻ്റെ നെറുകയിലേക്ക് അവരാഗ്രഹിച്ചതുപോലെ തന്നെ ഉയരുന്നതായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതവർക്ക് അത്രയും താല്പര്യമുള്ള കാര്യം ആയതുകൊണ്ടാണ്, അവരുടെ ഹോബി ആയതുകൊണ്ടാണ്. അത്രയ്ക്കും ആസ്വദിച്ചും സന്തോഷിച്ചും അവരുടെ സർഗാത്മക കഴിവുകൾ ഉപയോഗിച്ചും അത് വികസിപ്പിച്ചും അവരത് ചെയ്യുമ്പോൾ സ്വാഭാവികമായി വരുന്ന ഒരു അമേസിങ് റിസൾട്ടാണത്. ശരിക്കും മനസ്സിൻ്റെ സന്തോഷമാണ് അവിടെ താരം. ആ സന്തോഷമാണ് അവിടെ അത്രയും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയത്.